നിങ്ങളുടെ ഒരു നേരം പോക്ക് നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം നാടകം ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ചാൽ വല്ല വായിച്ചുകൊണ്ടിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും. നടന്മാരെ സംബന്ധിച്ച് അല്ല, മാളച്ചേട്ടനുമായിട്ടുള്ള ബന്ധം. മാള ആദ്യമായിട്ടൊരു ഒരു റോൾ അഭിനയിക്കുന്ന എൻ്റെ ഒരു സിനിമയാണല്ലോ. ഞാൻ എൻ്റെ ഗ്രീഷ്മം എന്ന് പറഞ്ഞൊരു നാടകം സിനിമയാക്കി, PG വിശ്വംഭരൻ, അതിരിക്കുന്ന രാത്രി എന്ന് പറഞ്ഞ്. അതിന്റെ തിരക്കഥയും സംഭാഷണം എഴുതിയത് ചേട്ടനാണ്, എൻ്റെ ശ്രീകുമാരൻ വിജയനാണ്. അപ്പോൾ അതിലൊരു ഹാസ്യ കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സീരിയസ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പല ഡയലോഗ്സിലും കോമഡി ഉള്ളതുകൊണ്ട് ഹാസ്യ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. പോലീസുകാരൻ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം 7 പെൺമക്കളുടെ അച്ഛനാണ്, പോലീസുകാരനാണ്. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ഒരാളെ വേണം, പുതിയൊരാൾ വല്ലവരും ഉണ്ടോ എന്ന് വെറുതെ PG വിശ്വംഭരൻ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വേറൊരാളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അണ്ണനെ വിളിക്കുന്നു. ഒരു പരസ്യം ഞാൻ കയറ്റിക്കോട്ടെ. നമ്മുടെ ഈ പരിപാടി കാണുന്ന ചിലർക്കെങ്കിലും അറിയില്ലെങ്കിലും ഈ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ആരംഭിച്ച സ്ഥലത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഒരു കുട്ടമ്പിള്ള യുഗമായിരുന്നു. ഈ ഒരുപാട് കോൺസ്റ്റബിൾ ഉണ്ടോ, പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ കുട്ടമ്പിള്ള ഉണ്ട്. അത് ആർട്ടിസ്റ്റ് മാറിയാലും കുട്ടമ്പിള്ള ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത. അല്ല, അന്നത്തെ നാടകത്തിന്റെ ട്രെൻഡ് ആണത്. നാടകത്തിലും പോലീസാണെങ്കിൽ കുട്ടമ്പിള്ളയാണ്. അതങ്ങനെയാണ്. കുട്ടമ്പിള്ള ഇല്ലാത്ത പരിപാടിയില്ല. അപ്പൊ അതിന് തുടക്കം വെച്ചതാണ് ഈ പറയുന്ന മുഹൂർത്തം കേട്ടോ.